പഴയ നല്ല നല്ല മനുഷ്യന്മാരൊക്കെ പോയി ഇനിയിപ്പോ നമ്മളമായിട്ട് ഒന്നിനും പറ്റാത്തവരാണ് നമുക്ക്. ഇന്നത്തെ മുത്തക്കിയായി ജീവിക്കാൻ കഴിയണം. ഇന്നലത്തെ അവിടെ നിൽക്കട്ടെ. ഇന്നലത്തെ നമുക്ക് ഇന്നത്തെ ജീവിതത്തിന് പ്രചോദനവും മാതൃകയുമാണ്. മുൻഗാമികളായ ആളുകളുടെ ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പഴയതിനെ ഓർക്കാൻ, അതുപോലെ ആവാൻ ഒരു കാരണമാവണം. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ ദിക്റുസ് സ്വാലിഹീന കഫാറ. ഈ വാചകം ഹദീസാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അംബിയാക്കളെ പറയൽ ഇബാദത്താണ്. അമ്പിയാക്കളെ അങ്ങനെ പറയാം. അമ്പിയാക്കളെ പറയാന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീർ ദിക്റു അസ്മാഇൽ അംബിയ ആണ്. അമ്പിയാക്കളുടെ പേര് പറയൽ ഇബാദത്താണ്. വെറുതെ ഇബ്രാഹിം നബി, മൂസാ നബി അങ്ങനെ പറയുന്നേ അതൊരു ഇബാദത്താണ്. صالح وإبراهيم كل متبع لوط وإسماعيل إسحاق كذا يعقوب يوسف وأيوب اهتدى شعيب هارون وموسى اليسع ذو الكفر داود سليمان اتبع. വെറുതെ ഇങ്ങനെ പേര് പറയുന്നേ ഇബാദത്താണ്. ഞാനിപ്പോ പാടിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിൽ നിന്നാണ്. കിഫായത്തുൽ അവാം എന്ന കിതാബ് 14 വക ഏടുണ്ട്. 14 വക ഏടാണെങ്കിലോ പഴയ കാലത്ത് മനസ്സമാധാനത്തിന് വേണ്ടി ആൾക്കാർ പാടാറുണ്ടായിരുന്ന ഏടുവാണ്. ഇപ്പൊ എന്താ പറയുള്ളത്? വെറുതെ ഇങ്ങനെ പല പേര് പറയുന്നേ. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ സോഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വാ സൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. വെറുതെ ഇങ്ങനെ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പേര് പറയാം. അതൊരു ഇബാദത്താണ്. ദിക്റു അസ്മാഇൽ അംബിയാ, ദിക്റു അസ്മാഉസ് സ്വാലിഹീൻ തന്നെ. അലിഫൻ സുബൈറു യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനു വഉ ബൈയുൻ അബ്ദുല്ലാഹ് ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തിനാ മധുരത്തിലുള്ളത്? ദിക്ർ അസ്മാ അഹ്ലു ബദർ. അഹ്ലു ബദറിന്റെ പേര് ഇങ്ങനെ പറയാതൊരു ഇബാദത്താണ്. വെറുതെ പറയുന്നേ. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളുടെ പേര് പറയല്. മനുഷ്യന്മാരെ ഈമാൻ ഇങ്ങനെ നേരായി വരും പോലെ പേരിങ്ങനെ പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുമ്പോൾ നമ്മളെ കൽബിലൊരു ചിന്ത വരുന്നുണ്ട്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകുമല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ ചെന്നാല് ഖതീബ് 4 ആൾക്കാരെ പേര് പറയും. എന്താ നമുക്കറിയാത്തോണ്ട അല്ല, ഓരോ പേരിങ്ങനെ പറയുമ്പോ നമുക്ക് ചില കാര്യം ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോ നമുക്കൊരു കാര്യം ഓർമ്മ വന്നു. തടിയില്ലാത്തൊരു മനുഷ്യൻ, വെളുത്തിട്ടുള്ള ഒരു മനുഷ്യൻ, നീണ്ട ഒരു മനുഷ്യൻ, കണ്ണ് കുഴിപോയ ഒരു മനുഷ്യൻ, താടിക്കാരനായ വെളുത്ത താടിക്കാരനായ ഒരു മനുഷ്യൻ. മൂപ്പര് പള്ളിക്ക് വരാൻ നേരം വൈകിയാല് മൂപ്പര് സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് വേറൊരാൾ ഇരിക്കൂലായിരുന്നു. അപ്പൊ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോ നമുക്ക് അതിങ്ങനെ ഓർമ്മ വരും. ഇതാണപ്പോ ആള്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോൾ പുടുത്തം വിട്ടു. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ ഉടലിൽ നിന്ന് തല വേർപെടുത്തുമെന്ന് പറഞ്ഞു സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആയിഷ ബീവിന്റെ വീട്ടിന്റെ മുമ്പിലായിരിക്കുന്നത്.
അതിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, അകത്തേക്ക് പോയി. മുസ്തഫ നബി തങ്ങൾ വഫാത്തായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. 2 കണ്ണുകളിലും ചുംബനം അർപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഉമറേ, ആരെങ്കിലും മുഹമ്മദ് നബിക്കാണ് ആരാധിച്ചിരുന്നതെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു മരണപ്പെടാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നാണ് പറഞ്ഞപ്പോ ഊര്യ വാള് ഒറേക്കിട്ടിട്ട് അവിടുന്ന് പോയി. അബൂബക്കർ സിദ്ദീഖ് എന്ന് വെള്ളിയാഴ്ച പള്ളിക്ക് ഇമാമ് മിമ്പർ മക്കാരിണ്ട് പറയുമ്പോ ഞമ്മക്ക് ഈ ആളങ്ങോട്ട് ഓർമ്മ വരണം. അതിനാ പറയണത്, അതിനാണ് ആ പേര് പറയണത്. ആ പേരിങ്ങനെ ഓർമ്മയിൽ വെച്ചിട്ട് റളിയല്ലാഹു അൻഹു നമ്മളാണ് പറയും. അപ്പൊ അറിയാതെ ഒച്ച കൂടും. അപ്പൊ വയസ്സന്മാർക്കൊക്കെ നല്ല ഒച്ച ഉണ്ടാവും. അപ്പൊ വയസ്സന്മാർ ഒച്ചയെ പറയണത് കുട്ടികൾ കേൾക്കും. അപ്പൊ ഓല് വലുതാവുമ്പോ ഓല് ഉറക്ക ചെല്ലും. നമ്മള് മുണുങ്ങിയ ഓല് മുണുങ്ങും. അങ്ങനെയാണ്. അപ്പൊ വയസ്സന്മാരൊക്കെ മുണുങ്ങി, കുട്ടിയേക്കാണ് കുഴപ്പമൊക്കെ, കുറ്റം മുഴുവൻ കുട്ടിയേക്ക്. ഇങ്ങനെയല്ലോ ഇമാം ഇങ്ങനെ മെമ്പർമക്കാരിട്ട് കുത്തുബോധി കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. അപ്പൊ വയസ്സന്മാരൊക്കെ കൂടി സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞപ്പോ ബാക്കിൽ ഇരിക്കുന്ന ചെറുപ്പക്കാർ കുട്ടികള് എന്താപ്പാ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ പഠിഞ്ഞു. ഓലിങ്ങനെ വലുതാവുമ്പോ ഓരോ അതിങ്ങനെ ചെല്ലും. വയസ്സന്മാര് കൊണ്ടില്ല, എന്നിട്ട് കുട്ടികൾ കേടുന്നു എന്ന് പറയാം. വയസ്സന്മാര് കൊണ്ടൂലേ, ഒക്കെ ഉണ്ടായിരിക്കാണ്. ഞാനൊന്നിപ്പോ അത് ഓതി പഠിച്ചതല്ല, കേട്ടതല്ല. അത് ഞാൻ അതിന്റെ മുൻഗാമികളായ വയസ്സന്മാര് ചെറുനിട്ട് പഠിച്ചാണ്. അതിങ്ങനെ ചെല്ലണമെന്ന് മനസ്സിലായി. അങ്ങനെ ചെറുപ്പക്കാർ കുട്ടികൾക്ക് ഇങ്ങനെ വയസ്സാകുമ്പോൾ ഓരോ ഉറക്കം ഇങ്ങനെ ചെല്ലും. നമ്മൾ കുറ്റൊക്കെ ചെറുപ്പക്കാർക്ക് പറയാം. ചെറുപ്പക്കാർ കേടൊന്നിട്ടൊന്നുമില്ല. ഇവിടെ കുറെ ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാർക്ക് ഒരു കേടുമില്ല. റമദാൻ മാസമായിട്ട് പള്ളിക്കത്തെ ഹൗദിൽ പോയി കൊണ്ടു 24 മണിക്കൂറും വെള്ളം അടിച്ചും, വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ചെറുപ്പക്കാരെ നിസ്കരിച്ചിട്ടാണ്, അല്ലാതെ വയസ്സന്മാരെ നിസ്കരിച്ചിട്ടൊന്നുമല്ല. കുട്ടികളൊക്കെ നല്ല നിസ്കരിച്ചിട്ടുണ്ട്. ഇപ്പോ നോയമ്പ് വെൽക്കാത്ത കുട്ടികൾ വളരെ കുറവാണ്. നോയമ്പ് വെൽക്കാത്തവർ വളരെ കുറവാണ്. ഇവിടെ കുറെ വയസ്സന്മാരുണ്ടല്ലോ. പഴയ കാലത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നോയമ്പ് വെൽക്കാത്തവർ എത്ര ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് നോയമ്പ് വെൽക്കാത്ത ആൾക്കാർ കുറവാണ്, നിസ്കരിച്ചാത്തവർ കുറവാണ്. ഇത് നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു വളരെ ഉഷാറാ, അവർക്കൊരു കുഴപ്പമില്ല, അവർക്കൊരു കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം വയസ്സന്മാർക്ക് കുഴപ്പമുണ്ട് എന്നല്ല. വയസ്സന്മാർ ഒന്നുകൂടി ഉഷാറാവണം. ആ ഇമാമി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയല്ലോ. അപ്പൊ ആ മുന്നിലിരിക്കണ 4 വയസ്സന്മാര് വഅലൈക്കും സലാം എന്ന് പറയണം. എന്നാലേ ഇത് മടക്കേണ്ട സലാമാണെന്ന് മനസ്സിലാവുള്ളൂ. മറ്റേ പള്ളിക്കാർക്ക് സലാം പറഞ്ഞ മാതിരി അങ്ങട്ടേ ഉള്ളൂ, ഇങ്ങട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആ മുക്കറിരുന്ന് വാള് വാങ്ങുമ്പോ 2ാമത്തെ സലാം പറയും, അസ്സലാമു അലൈക്കും. അത് മുക്കറിനോടുള്ള സലാമൊന്നുമല്ല, അവിടെ ഇരിക്കണ എല്ലാവരോടുള്ള സലാമാണ്. ഇരിക്കണവരൊക്കെ മടക്കണം, മുക്കറി ഏതായാലും മടക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിയും. അപ്പൊ വീണ്ടും ഒരു സലാം പറയും, അതും എല്ലാവരോടുള്ള തന്നെയാണ്. സദസ്സിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരാൾ മടക്കണമെങ്കിൽ ഇമാമ് കേൾക്കണം, എന്നാലേ നിർബന്ധ ബാധ്യത കൂടുള്ളൂ, അല്ലെങ്കിൽ കൂടൂല. ഇതൊക്കെ വയസ്സന്മാര് സൂക്ഷിക്കേണ്ടതാണ്. പ്രായമായ ആൾക്കാർ അതൊക്കെ സൂക്ഷിച്ചാൽ അടുത്ത തലമുറക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന്. അപ്പോൾ അതിനനുസരിച്ചിരിക്കും. അവൻ തന്നെ വയസ്സന്മാരൊക്കെ വന്നിട്ട് സഫായിട്ടിരിക്കണം. അപ്പം മോള് കയറിയിട്ട് കുട്ടികളും സഫായിട്ടിരിക്കും. സഫായി ഇരുന്നാൽ വർത്താനം പറയാൻ തോന്നൂല, ചാരി ഇരുന്നാൽ വർത്താനം പറയാൻ തോന്നും. തോന്നിയ ആരും പറയും. അതിന് ചെറുപ്പക്കാരെ പറഞ്ഞൊന്നും കാര്യമില്ല. തോന്നിയാൽ ആരും പറയും. തോന്നാതിരിക്കുകയാണ് വേണ്ടത്. തോന്നാതിരിക്കണമെങ്കിൽ സഫായിട്ടിരിക്കണം. നിങ്ങൾ നോക്കിക്കോളി, നിങ്ങൾ പരീക്ഷ നോക്കി. സൊപ്പിലിരിക്കണോ വർത്താനം പറയണ്ടാവില്ല, ചാരിവനെ വർത്താനം പറയും. കാലുകൊണ്ട് ചെയ്യായിട്ട് ചാരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരുന്നു ഒഴിവാണെന്ന് കൂട്ടിക്കളി. എല്ലാവർക്കും ഇപ്പൊ കാലുകൊണ്ട് ചെയ്യാത്തവരൊന്നും അല്ലല്ലോ. അങ്ങനെ ഉണ്ടാവില്ല ചില ആൾക്കാർ. ഇരുന്ന് കഴിച്ചാലേ ഒരു വലിയ സംഭവമാവുള്ളൂ എന്നൊക്കെ തോന്നുന്ന കുറെ ആൾക്കാരുണ്ടാവും. കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ട്. കല്യാണ നിശ്ചയത്തിന് പോകണമെങ്കിൽ മധുരമില്ലാത്ത ചായ കുടിച്ചണം. ജുമാക്ക് കമ്മിറ്റിയിൽ പിന്നെ നമ്മുടെ മഹല്ല് കമ്മിറ്റിയിൽ എടുക്കണമെങ്കിൽ കസാലയിൽ ഇരുന്ന് കഴിച്ചണം. അങ്ങനെയൊക്കെ വെജായിട്ടുള്ളവരെ കുറ്റം പറയല്ലോട്ടോ. ഞാനും പാടത്ത് കൂടെ നടക്കാൻ ഒരു കുഴപ്പമില്ല. പാടത്ത് കൂടെ അങ്ങനെ നടക്കാൻ ഒരു കുഴപ്പമില്ല. നിക്കരിച്ചാൽ ചെന്നാലും മുട്ടോണ്ടും വെച്ച മൂലോണ്ടും വയ്യ. മുമ്പേക്ക് ഇരിക്കാൻ വെച്ച എന്നാലോ വേറുള്ള പരിപാടിക്കൊക്കെ മുട്ടോണ്ടും വയ്ക്കും, എല്ലാതുകൊണ്ടും വയ്ക്കും, ഒരു കുഴപ്പമില്ല. പറതുക്കാരത്തിന് സുന്നത്തുക്കാരങ്ങൾ എന്താ വെച്ചാൽ കട്ടിപ്പൊടി. പറതുക്കാരത്തിന്
ഒരു വിധം കഴിയുമെങ്കിൽ. ഇതിനാണ് നമ്മൾ വലിയ വലിയ ആൾക്കാരെ പേരിങ്ങനെ പറഞ്ഞത്. പാറന്നൂർ ഉസ്താദ്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. സമസ്തയുടെ ട്രഷററായിരുന്ന പാറന്നൂർ ഉസ്താദ് പ്രായമായ ആളാണ്. കയറിങ്ങനെ കെട്ടിയിട്ട് ആ കയറും അങ്ങനെ തൂങ്ങിയിട്ടായിരുന്നു നിന്ന് കെച്ചിരുന്നത് എന്ന് പന്തക്കാരൻ.